നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയ രാഹുൽ ഗാന്ധിയെ അപായപ്പെടുത്താൻ ശ്രമം നടന്നെന്ന് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിക്ക് നേരെ സ്നൈപ്പർ ഗണ്ണിന്റേതെന്ന് കരുതുന്ന ലേസർ രശ്മികൾ പതിച്ചതായി കോൺഗ്രസ് ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് കത്ത് നൽകി. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധിക്ക് മേൽ പച്ച നിറത്തിലുള്ള ലേസർ രശ്മി പതിച്ചത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 7 തവണയാണ് ഇതുണ്ടായത്. രാഹുൽ ഗാന്ധിയുടെ തലയുടെ വലതുവശത്താണ് ലേസർ രശ്മികൾ പതിച്ചത്. ഇത് തോക്കിൽ നിന്നുള്ള ലേസർ രശ്മികളാണെന്ന് സംശയിക്കുന്നതായി കത്തിൽ പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാനും സുരക്ഷ ശക്തമാക്കാനും ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു. രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും കൊലപാതകങ്ങൾ നടന്ന സാഹചര്യങ്ങളും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ എല്ലാ വ്യത്യാസങ്ങൾക്കും ഉപരിയായി രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രഥമ ഉത്തരവാദിത്തമാണെന്നും കത്തിൽ പറയുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണി നിലനിൽക്കുന്നു എന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് സമയത്തിൽ ഇത്തരമൊരു ആക്രമണം കോൺഗ്രസ് പാർട്ടിയെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കൊലപ്പെടുത്താൻ തക്ക രീതിയിലുള്ള ഭീഷണി ഉയരുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷം തന്നെ കലാപപൂരിതമാക്കാനാണ് സാധ്യത. ഇതിനിടെ അമേഠിയിൽ നടന്ന റോഡ് ഷോയിലും രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ റാഫേൽ ഇടപാടുകൾ ചൂണ്ടിക്കാട്ടി കടന്നാക്രമണം നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.